അർദ്ധരാത്രിയിൽ ആരും കാണാതെ കുറിക്കപ്പെട്ട ചില ഒപ്പുകൾ. പാർലമെന്റിലെ വെളിച്ചത്തേക്കാൾ അധികം വൈറ്റ് ഹൗസിലെ നിഴലുകളെ ഭയക്കുന്നൊരു ഭരണകൂടം. ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇന്ത്യ എന്ന വൻശക്തിയുടെ വിധി മാറ്റിയെഴുതപ്പെടുന്നു. ആരാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്? ഡൽഹിയിലെ സിംഹാസനത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയോ അതോ അമേരിക്കയുടെ വന്യമായ വ്യാപാരമോഹങ്ങളുമായി എത്തുന്ന ഡൊണാൾഡ് ട്രംപോ? ആത്മനിർഭർ ഭാരത് എന്ന മനോഹരമായ മുദ്രാവാക്യത്തിന് പിന്നിൽ ഭാരതത്തിൻ്റെ കർഷകരെയും വിപണിയെയും അന്യദേശത്തിന് വിട്ടുകൊടുക്കുന്ന ഏതോ ഭയാനകമായ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ആ രഹസ്യത്തിൻ്റെ ചുരുളഴിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. ഇന്ത്യയുടെ പരമാധികാരം ഒരു പരസ്യമായ വിൽപ്പന ചരക്കായി മാറിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തെ ജനങ്ങളോടോ സഭയോടോ പറയാത്ത തന്ത്രപ്രധാനമായ കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപിൻ്റെ വിരൽത്തുമ്പിലൂടെയാണ് ഇന്ന് ഈ ലോകമറിയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കം പെട്ടെന്ന് അവസാനിപ്പിച്ചതും ഇന്ത്യയുടെ കാർഷിക വ്യാപാര നയങ്ങൾ അടിമുടി മാറ്റിമറിച്ചതും നമ്മളറിഞ്ഞത് ട്രംപ് അത് എക്സിലൂടെ ആഘോഷമാക്കിയപ്പോഴാണ്. സ്വന്തം പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ഒരു വിദേശ നേതാവിനെ വിശ്വസിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലാണ് ഇന്ന് ഇന്ത്യ മാറിയിരിക്കുന്നത്. പട്ടിണിയുടെ കാലത്ത് പോലും ലോകശക്തികൾക്ക് മുന്നിൽ പതറാത്ത ഇന്ത്യയുടെ കാർഷിക രംഗം ഇന്ന് തകരുകയാണ്. പുതിയ വ്യാപാര കരാർ വെറുമൊരു ഉടമ്പടിയല്ല, മറിച്ച് ഇന്ത്യൻ കർഷകൻ്റെ മരണ വാറണ്ട് കൂടിയാണത്. അമേരിക്കൻ പാലുൽപ്പന്നങ്ങളും ധാന്യങ്ങളും യാതൊരു നികുതിയുമില്ലാതെ ഇന്ത്യൻ ചന്തകളിൽ നിറയുമ്പോൾ നമ്മുടെ കർഷകൻ പട്ടിണിയിലാകുകയാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ 18% നികുതി നൽകേണ്ടി വരുമ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ 0 നികുതി നൽകിയാൽ മതി എന്ന ചതിക്കാരൻ ആർക്ക് വേണ്ടിയാണെന്ന് രാഹുൽ ഗാന്ധി തന്നെ ചോദിക്കുകയാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ 18% നികുതി നൽകേണ്ടി വരുമ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിൽ 0 നികുതി നൽകിയാൽ മതി എന്ന ചതിക്കരാർ അതാർക്ക് വേണ്ടിയാണെന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നു. എന്തിനാണ് നരേന്ദ്രമോദി ഇത്രയധികം വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത്? ആ ഭയത്തിൻ്റെ കാരണം തേടിപ്പോയാൽ ചെന്നെത്തുന്നത് ദുരൂഹമായ ചില ഫയലുകളിലാണ്. അമേരിക്കൻ കോടതികളിൽ തൂങ്ങി നിൽക്കുന്ന അദാനി അഴിമതി കേസുകൾ നരേന്ദ്രമോദിയുടെ ഉറക്കം കെടുത്തുന്നു. അതോടൊപ്പം ലോകത്തിലെ വമ്പന്മാരെ മുൾമുനയിൽ നിർത്തിയ എപ്സ്റ്റീൻ ഫയലുകളിൽ ഇന്ത്യയുടെ കരുത്തുറ്റ നേതാക്കളുടെ പേരുകളുണ്ടോ എന്ന സംശയം പ്രതിപക്ഷം ഉയർത്തുകയാണ്. ട്രംപിൻ്റെ കയ്യിലുള്ള ഈ രഹസ്യായുധങ്ങൾക്ക് മുന്നിൽ നരേന്ദ്രമോദി മുട്ടുമടക്കുകയാണ്. റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ വാങ്ങാനുള്ള കരാർ റദ്ദാക്കി. അമേരിക്കയുടെ വില കൂടിയ എണ്ണ വാങ്ങാൻ സമ്മതിച്ചതിന് പിന്നിലെ ചേതോ വികാരം മറ്റൊന്നുമല്ല. സഭയ്ക്കകത്ത് ഈ രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തെടുക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുമ്പോൾ ഭരണപക്ഷം പരിഭ്രാന്തരാകുന്നു. മൈക്കുകൾ ഓഫാക്കപ്പെടുന്നു. ബഹളങ്ങൾക്കിടയിൽ സത്യം കുഴിച്ചുമൂടപ്പെടുകയാണ്. എന്തിനെയാണ് BJP ഇത്രയധികം ഭയപ്പെടുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത്. നിഗൂഢതകൾ ചോദ്യം ചെയ്യപ്പെടുമ്പോഴാണ് ഏകാധിപതികൾ പ്രകോപിതരാകുന്നത്. അത് സ്വാഭാവികം. ഇന്ത്യയുടെ പട്ടിണി മാറ്റിയ കർഷകനെ ഇരുട്ടിലാക്കി വിദേശ കുത്തകകൾക്ക് ചുവപ്പ് പരവതാനി വിരിക്കുന്ന ഈ മോദി ട്രംപ് ബന്ധം അത് ഇന്ത്യയുടെ സ്വാഭിമാനത്തിന് ഏൽപ്പിച്ച വലിയ മുറിവാണ്. ഈ ചതിക്കരാറിനെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടം വെറുമൊരു രാഷ്ട്രീയ നീക്കമല്ല, മറിച്ച് ഈ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാനുള്ള അന്ത്യശാസനമാണ്. പക്ഷേ പ്രതിപക്ഷം പാർലമെൻറ്റിൽ ഇത്തരം വിഷയം ഉയർത്തുമ്പോഴേ ഭയം നിറഞ്ഞ BJP പ്രതിപക്ഷ MPമാരെ പുറത്താക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ 8 പേരെയാണ് ഇങ്ങനെ പുറത്താക്കിയത്. എന്തായാലും അധിക നാൾ രാജ്യത്തിൻ്റെ നട്ടെല്ലായ കർഷകരെ ഇങ്ങനെ ഇരുട്ടിൽ നിർത്തി ഈ രാജ്യം ട്രംപിനെ കൊണ്ട് ഭരിപ്പിക്കാമെന്ന് ആരും വ്യാമോഹിക്കണ്ട എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത തരത്തിൽ രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവിനെ പൂട്ടാൻ നോക്കുന്നവർക്ക് മുന്നിലേക്ക് ആ രാഹുൽ ഗാന്ധി ഒരു കത്തുമായി എത്തുന്നത്. ഇന്നും പാർലമെൻറ്റ് പ്രക്ഷുബ്ധമായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല.